വീട്ടിൽ കയറ്റുമല്ലോ അവര്. അവരെ കുറിച്ച് എന്തും പറയാമെന്ന് കരുതരുത്. അവരിപ്പോ ഞങ്ങളുടെ മക്കളാ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനുജ സുന്ദരൻ. ഞാനങ്ങനെ പൊതുവെ ആരുടെയും പേഴ്സണൽ ലൈഫ് ഇന്റർഫിയർ ചെയ്ത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും വീഡിയോ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടാൻ കാരണം കഴിഞ്ഞ ഒരാഴ്ചകളായി ബിഗ് ബോസ് സീസൺ 7 നടക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റി പറയാനാണ്. ആക്ച്വലി ആദിലയും നൂറയായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉള്ള വ്യക്തിയാണ് ഞാൻ. കാരണം അവരായിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണ ഒരാളാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും ഞാനൊരു കപ്പിളാണ്, എൻ്റെ പാർട്ട്ണറും എൻ്റെ കൂടെയുണ്ട്. ഞങ്ങളൊരു 7 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. ഞങ്ങളിപ്പോൾ UK-യിലാണ്. ഞാൻ UK-യിൽ വന്നേ പിന്നെയും ഞാൻ അതിലും നൂറായിട്ടുള്ള കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന ലക്ഷ്മി ആദിലെ നൂറേനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസിൽ പറയുകയുണ്ടായി. വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണ് എന്ന്. അത് എന്തിൻ്റെ ബേസിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ലക്ഷ്മി UK-യിലാണ് പഠിച്ചതെന്നാണ് പറയുന്നത്. UK-യിൽ പഠിച്ച ഒരു വ്യക്തിക്ക് UK-യിലുള്ള എല്ലാ നിയമങ്ങളും അറിയുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാനും UK-യിലാണ് പഠിക്കുന്നതും എൻ്റെ കോഴ്സ് കംപ്ലീറ്റുമാണ്. ഞാൻ ഇവിടെ ഈ 2 വർഷമായിട്ട് ഞാൻ UK-യിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് LGBTQ+ കമ്മ്യൂണിറ്റി UK കൊടുക്കുന്ന സപ്പോർട്ട് എത്രമാത്രമാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടെ പഠിച്ചൊരു വ്യക്തി ബിഗ് ബോസ് എന്ന അത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് പറഞ്ഞതാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരാണ് അവരെന്ന്. അവർക്ക് എന്താണ് പ്രശ്നം? വീട്ടിൽ കയറ്റാൻ പറ്റാത്ത എന്താണ് പ്രശ്നം? അതായത് ഇത്രയും വർഷം, അതായത് സൗദിയിൽ നിന്ന് തൊട്ട് സ്നേഹിച്ച് അവർ ഫേസ് ചെയ്ത്, അതായത് അത്രമാത്രം അവർ രണ്ടുപേരും ഫേസ് ചെയ്ത് വളരെ വലിയ പ്രശ്നങ്ങളാണ്. ഫാമിലിയിൽ നിന്നില്ലാത്ത സപ്പോർട്ട്, പബ്ലിക് സൊസൈറ്റിയിൽ നിന്നില്ലാത്ത സപ്പോർട്ട്, ഇവിടെ നിന്നൊക്കെ തരണം ചെയ്ത് അവരിപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി. ബിഗ് ബോസ് എന്ന ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അവരെ അംഗീകരിച്ചപ്പോൾ അവിടെ കയറി വന്ന് പ്രശ്നമുണ്ടാക്കാൻ ലക്ഷ്മി എന്ന വ്യക്തിക്ക് എന്ത് അധികാരമുണ്ട്? പിന്നെ നല്ല ലാലേട്ടൻ പറഞ്ഞൊരു വാക്കാണ് അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. അതുപോലെ ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം അവർ ജീവിച്ച് കാണിക്കണം, അതായത് അവരുടെ ലൈഫ് തന്നെ അവരൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ജീവിച്ച് കാണിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ലാലേട്ടൻ അടക്കം സപ്പോർട്ട്, ലാലേട്ടൻ മാത്രമല്ല, പുറത്തുനിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോ അമ്മമാരും, അതായത് ഇപ്പോൾ ശൈത്യയുടെ അമ്മ പറയണം, അവരുടെ പാരൻസ് പറയണം കേൾക്കണം, അവരും സപ്പോർട്ടാണ്. ഇപ്പോൾ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞു എന്നാണ് ലക്ഷ്മി പറയുന്നത്. പക്ഷെ ആ ഉമ്മ ഇന്നലെ ലാലേട്ടൻ്റെ ഈ എപ്പിസോഡ് കണ്ടിട്ട് ഉമ്മ പറഞ്ഞത്, ഞാൻ എൻ്റെ മകനെ പോലെ തന്നെയാണ് അവരെയും കാണുന്നത്, മകൻ്റെ കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെയും വീട്ടിൽ കയറ്റുന്നു പറയുന്നു. അപ്പോൾ ഈ ലക്ഷ്മിക്ക് എന്തിനാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് ഓക്കെ, ലക്ഷ്മിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ലക്ഷ്മി അത് പുറത്ത് നിന്ന് കണ്ടതാണ്. ഈ കളികൾ മൊത്തം ഇവരകത്തുണ്ടതും എല്ലാം ലക്ഷ്മിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ലക്ഷ്മി എന്തിനാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നത്? അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ലക്ഷ്മിക്ക് വേണമെങ്കിൽ ഇത്രയ്ക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇവരെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിന് പകരം ലക്ഷ്മിക്ക് ഇത് മനസ്സിൽ വയ്ക്കാം. ലക്ഷ്മി ഇപ്പോൾ പറയുന്നത് ആൾക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നാണ്. അങ്ങനെ പറ്റില്ലാത്ത ഒരാൾ ഓക്കെ, അത് അവളുടെ പേഴ്സണൽ കാര്യമാണ്. അത് എന്തിനാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഒച്ചയിട്ട് വിളിച്ച് പറയുന്നത്? ഇപ്പോൾ അവർ ലൈഫ് അവർ ജീവിച്ച് കാണിക്കുന്നില്ലേ? ആക്ച്വലി ആദില നൂറ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാന്നുള്ളൂ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഈ ലോകം മൊത്തം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാനുള്ള ഇത് പറഞ്ഞില്ലേ, ബാക്കി പലരും പലതും പറയുമായിരിക്കും. പക്ഷേ അത് നിങ്ങൾ ബോധേഡ് ആവണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാക്സിമം നിങ്ങളുടെ കഴിവിൻ്റെ അത്രയും കളിക്ക്. നിങ്ങൾ തന്നെ, നമുക്ക് എന്തായാലും നേടാൻ പറ്റും. നോ വറീസ്, എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.